ഹലോ, ഇസബെല്ല ക്രിയേഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ വീണ്ടും ഉള്ളിൽ തന്നെയല്ലേ വീഡിയോ ചെയ്യണത്, ഇന്നൊരു ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ചെയ്യണത് നമ്മളിന്ന് സൺഡേ ആട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിരുന്നപ്പോൾ നമുക്ക് ഓർത്ത് കബ്ബൺ പാർക്കിൽ പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണത്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക്ക് കുറവുണ്ട് കേട്ടോ. സാധാരണ ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ട്രാഫിക്കുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 4.5 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ കബ്ബൺ പാർക്കിലേക്ക്. എങ്കിലും നമ്മളവിടെയൊന്നും പോകാറില്ല കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ വന്ന സമയത്ത് നമ്മൾ പോയതല്ലാതെ നമ്മളങ്ങനെ പോകലില്ല കേട്ടോ. പോകൽ കുറവാണ്. ഇപ്പം നമ്മൾ ഇന്ദിരാനഗറിൻ്റെ റോഡിലാണ് കയറിയേക്കണത്. അപ്പോൾ നമുക്ക് മേളിൽ പോകണത് മെട്രോയാണേ. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേപോലെ പിങ്ക് പൂക്കളാണ് കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലുള്ള എല്ലാ മരങ്ങളും ഇതേപോലെ പൂത്ത് നല്ല പിങ്ക് കളറിൽ നിൽക്കുകയും. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടത് ആ പിങ്ക് പൂവല്ല, നമ്മുടെ നാട്ടിൽ പറയണ കടലാസ് പൂവില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ട്രാഫിക്കാണ്. നല്ല ട്രാഫിക്കായിരിക്കും. ട്രാഫിക്കിനേക്കാളും കൂടുതൽ എന്ന് പറയുന്നത് സിഗ്നലാണ്. നമ്മുടെ നാട്ടിലുള്ള സിഗ്നലിനേക്കാളും കൂടുതൽ പെട്ടെന്ന് സിഗ്നൽ വരും, അങ്ങനെ ബ്ലോക്കാകും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ പൊതുവേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വലിയ തിരക്കൊന്നുമില്ല. ഈ ഇപ്പോൾ കാണുന്ന മരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ പിങ്ക് പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതേപോലെ നമ്മൾ ചെറിയ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് 1910 ഒരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പോലീസ് സ്റ്റേഷൻ. ഇതെന്ന് പറയുന്നത് ബൈബിൾ സൊസൈറ്റിയാണ് കേട്ടോ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോവാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് MG റോഡാണ്. ബാംഗ്ലൂർ MG റോഡെന്ന് കേൾക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ MG റോഡ് മെട്രോ സ്റ്റേഷൻ, അതിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കബ്ബൺ പാർക്കിൽ എത്തിയിട്ട് അതിൻ്റെ ഒരു എൻട്രിയിൽ തന്നെ ഒത്തിരി ഗേറ്റുകളുണ്ട് കേട്ടോ കബ്ബൺ പാർക്കിലെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അതിനകത്ത് ഒരു എൻട്രിയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 1870 കബ്ബൺ പാർക്ക് എന്ന് പറയുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കിയെന്നും അത് 197 ഏക്കറിലധികം അത് വിസ്തരിച്ചെടുക്കുന്നുണ്ട്. കബ്ബൺ പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് മൈസൂർ രാജവംശ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7726 മരങ്ങൾ. അന്നത്തെ കാലത്ത് അതായിരുന്നു. ഇപ്പം അതിൽ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അത്രയും നല്ലൊരു ഇതാട്ടോ. ഒത്തിരി നമുക്ക് റിലാക്സ് ആയിട്ട് ശുദ്ധമായി ശ്വസിക്കാമെന്ന് പറയില്ല, അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പം അതിനകത്ത് അവിടെ ഒരു പറ്റിയ സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചു. ആ സ്പോട്ടിൽ നിന്ന് ഞാൻ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ളത് പോലെ തന്നെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഒരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു ക്യാഷ്വൽ വെയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഡോ വെസ്റ്റേൺ രീതിയിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നമ്മുടെ ഈ കുർത്തി എന്ന് പറയുന്നത് ബോഡി ഫുള്ളായിട്ട് ചെറിയൊരു അജ്രക്ക് ഡിസൈൻ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. അതേപോലെ തന്നെ കാന്ത കോട്ടണിൽ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാനൽ കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 4 പാനൽസ് ഫ്രണ്ടിലും അതേപോലെ തന്നെ 4 പാനൽസ് ബാക്കിലും വന്നിട്ട് ടോട്ടൽ 8 പാനൽസിൻ്റെ ഒരു കുർത്തിയാണ്. അതേപോലെ നെക്ക് പോർഷനിൽ വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഒരു വീനെക്കിൽ ഒരു സ്ട്രൈപ്പ് പോലെയുള്ള ഒരു ഡിസൈൻ സൈഡിലേക്ക് പോയിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു ട്രെൻഡ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ വീനെക്ക് ഇറങ്ങിയ സമയത്ത് ആർക്കും തന്നെ വീനെക്കിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് വീനെക്ക് തന്നെയാണ് കേട്ടോ. വീനെക്കിലുള്ള കുർത്തീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള V4 വിക്ടറി ഇല്ലേ, അതേപോലെ V4 വിക്ടറി പോലെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ആ ഒരു പേഴ്സണലായിട്ടുള്ള ആ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനെന്നാൽ
ഇത് നമുക്ക് ഔട്ട്ഡോറായിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യാമെന്നോർത്ത് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതേപോലെ ഇപ്പം ഞാൻ ഇട്ടേക്കണത് പോലെ തന്നെ നമുക്കൊരു ഫ്രോക്ക് പോലെ കുറച്ച് മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡേൺ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന, അതല്ല നമുക്ക് ഇനിയിപ്പോൾ ദുപ്പട്ട അതേപോലെ തന്നെ പാൻറ്റൊക്കെ ലെഗിൻസ് അങ്ങനെയുള്ളതിൻ്റെ ഒപ്പം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളത്. 699 ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർത്തി എടുക്കുന്നവർ ഒരു സൈസ് ബിഗ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീഡിയം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സൈസ് ലാർജ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം മീഡിയം ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കുർത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളാരും ഈ കുർത്തി മിസ് ചെയ്തെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഏതൊരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോരാനായിട്ട് തുടങ്ങുവാണേ. കുറേ നേരം പിള്ളേർ അവിടെ കളിച്ചു, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ കാണുന്നത് കർണാടകയുടെ ഹൈക്കോർട്ട് ഓഫ് കർണാടകയാണ് കേട്ടോ നമ്മൾ കാണണത്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. 6284138337 നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസ്, വാട്സപ്പ് ലിങ്ക് അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടമായി അല്ലെങ്കിൽ നമുക്കത് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് കേട്ടോ. ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.